നമുക്ക് അതിൽ കിട്ടുന്ന വരുമാനം വേണ്ട. ഭീമാപ്പള്ളിക്ക് അങ്ങനെ ഒരു വരുമാനം നമുക്ക് വേണ്ട. അത് ഹറാമാണ്. അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. ഭീമാപള്ളിയിൽ ഇനി ചന്ദനക്കുടമില്ല. ഭീമാപള്ളിയിൽ ഇനി ചന്ദനക്കുടം നടത്തൽ ഹറാമാണ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപള്ളിയെക്കുറിച്ച് മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അൽഹംദുലില്ലാ, ഒരു നല്ലൊരു റിസൾട്ടാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ദീനിൻ്റെ നസീഹത്തോടുകൂടിയുള്ള ഗുണകാംക്ഷ അത് സമൂഹം ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ ചില നേർക്കാഴ്ചകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഭീമാപള്ളി ഉറൂസ് അറിയപ്പെട്ടത് തന്നെ ചന്ദനക്കുടം എന്ന നിലക്കാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്കിനാൽ ഇത്രയും നാൾ സലഫികൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈയൊരു വിഷയം, അതായത് ചന്ദനക്കുടമെന്നത് ബിദ്അത്താണ്, അത് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ്, അത് അനാചാരമാണ് എന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാവരും ഒന്നടങ്കം എതിർക്കുകയും നമ്മളെല്ലാം പുത്തൻവാദികളാണ് എന്ന് പറയുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്രത്തോളം അവിടെ ഉണ്ടായിരുന്ന സലഫി പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരുന്നവരെപ്പോലും അതിക്രൂരമായി മർദ്ദിക്കുന്ന സംഭവങ്ങൾ തിരുവനന്തപുരത്ത് ഭീമാപള്ളിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ചില ആളുകൾക്കെങ്കിലും ഒരല്പം ബോധമുദിച്ചു. സമസ്തയിലുള്ള കുറച്ച് ഉസ്താദുമാർക്കെങ്കിലും സത്യങ്ങളിങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോഴും ചില ആളുകൾ ആ വിഷയത്തിൽ മാത്സര്യ ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ വാശിയും കാണിച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്ന് രണ്ട് ഉസ്താദുമാരെങ്കിലും കൃത്യമായി കാര്യത്തെ പഠിക്കാനും ചിന്തിക്കാനും അത് സമൂഹത്തിനോട് സധൈര്യം പറയാനും മുന്നോട്ട് വരുന്നു എന്നത് ഒരു നല്ലൊരു ലക്ഷണമായി കൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഭീമാപള്ളിയിൽ ഇനി ചന്ദനക്കുടമില്ല. ഭീമാപള്ളിയിൽ ഇനി ചന്ദനക്കുടം നടത്തൽ ഹറാമാണ്. ഭീമാപള്ളിയിൽ ഇനി ചന്ദനക്കുടവും തൊവാഫും അങ്ങനെ ഒരു വ്യവസായം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആചാരം ഇനി ഇല്ലേ ഇല്ല എന്നത് ഞാൻ പറഞ്ഞതല്ല. അവിടെ നിലവിൽ ഖത്തീബായിട്ടുള്ള കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി പറഞ്ഞ വാചകങ്ങളാണ്. അതെവിടെ പറഞ്ഞതാണ്? ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ പറഞ്ഞതല്ല, എവിടെയെങ്കിലും സ്റ്റേജ് കിട്ടി പറഞ്ഞതല്ല. ഭീമാപള്ളി അങ്കണത്തിൽ തന്നെ അവിടെ ജുമഅയിൽ പറഞ്ഞ വിഷയമാണ്. ഉസ്താദിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. അദ്ദേഹം ആദ്യം സമൂഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ചന്ദനക്കുടം അത് മാറ്റിവെക്കാൻ ആരൊക്കെ തയ്യാറാണ്? കുറച്ചാളുകളൊക്കെ കൈവക്കി. ആ രംഗവും കേട്ടും കണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ആകെ നമുക്ക് ഒന്നുകൂടി മാറ്റാനാണ്. അത് മാറ്റിയേ പറ്റുള്ളൂ. കുടത്തിന്റെ പരിപാടി നിർബന്ധമായത് മാറ്റണം. ഞാനത് ചർച്ച ചെയ്തപ്പോൾ പരിപാലകർ പറയുന്നത് ജനങ്ങളോട് കൂടി ഉസ്താദ് എന്ത് ചെയ്യണം ആണ് ചോദിക്കണം. കാരണം നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ സമ്മതിക്കുന്നില്ല എന്നാണ്. കുടം ഒഴിവാക്കുന്നതിന് പരിപൂർണമായി സമ്മതമുള്ള ആളുകൾ കൈവർത്തിക്കാം. നോക്കട്ടെ എത്ര പേരുണ്ട്. ബാക്കി കുറച്ച് പേര് പകുതി സമ്മതമാണ്, കച്ചവടക്കാരനാണ്. അപ്പോൾ ആദ്യം കൈവെക്കാൻ പറഞ്ഞപ്പോൾ വളരെ കുറച്ച് ആൾക്കാരാണ് അവിടെ കൈവെക്കുന്നത്. രണ്ടാമത് വീണ്ടും കൈവെക്കാത്ത ആളുകൾ ഒരുപക്ഷെ കച്ചവടക്കാരായിരിക്കാം. കാരണം ഈ ഖബർ വ്യവസായം തന്നെ ഒരു കച്ചവടവൽക്കരണമാണല്ലോ. എന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ കച്ചവടത്തെ ഇല്ലാതാക്കുകയാണ് ഉസ്താദ്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കൈവെക്കിയിട്ടില്ല. കമ്മിറ്റിക്കാർ പറഞ്ഞത് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ്. ദീനിലുള്ളത് കൊണ്ടല്ല, നാട്ടുകാരുടെ കച്ചവടം മുടങ്ങും എന്നുള്ളത് കൊണ്ട് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഉസ്താദിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. അങ്ങനെ രണ്ടാമത് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. കേൾക്കാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിൽ എല്ലാവരും പെട്ടു. അവസാനം എല്ലാവരും നിർബന്ധിതമായി കൈപൊക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ എല്ലാവരും കൈപൊക്കിയപ്പോൾ മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കാരണം ഇങ്ങനെ ഒരു ബോധോദയം വന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഇനിയും വെളിച്ചത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ നൽകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, നിഷ്കളങ്കമായി പ്രാർത്ഥിക്കണം. റബ്ബേ, നീ എല്ലാവരെയും ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് എത്തിക്കണേ,
ഷിർക്കിൽ നിന്നും, കുഫറിൽ നിന്നും, ബിദ്അത്തുകളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും റബ്ബേ ഈ ഉമ്മത്തിനെ കരകയറ്റണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അദ്ദേഹം വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ ചന്ദനക്കുടത്തിലുള്ളത്? അദ്ദേഹം ചോദിക്കട്ടെ. ചിലർ മനസ്സിലാക്കുന്നത്, എന്നോട് തന്നെ ചിലർ പങ്കുവെച്ച ഉസ്താദേ, മുസ്ലിമീങ്ങളായ ആളുകൾ ഒന്ന് കൊണ്ടെടുത്തോട്ടെ, ഈ കുടത്തിൽ എന്താ ഉള്ളത്? അതെനിക്ക് ആദ്യം ചോദിക്കാം. എന്താ ഉള്ളത്? ശരി, എന്തോ ചന്ദനം ഇടുന്നുണ്ടെന്നോ? ഉണ്ടോ? ഒന്നുമില്ല, വെള്ളം ഊതി വെച്ചു. അതിനകത്ത് 2 തിരിയും തെക്കോട്ടും കുടക്കോട്ടും വെച്ച്. അദ്ദേഹത്തിന്റെ പ്രസക്തമായ ചോദ്യത്തിൽ ആളുകളുടെ വായടഞ്ഞു. ചന്ദനക്കുട എന്ന് പറഞ്ഞ് പേരിട്ട് വിളിച്ചിട്ട് ആ കുടത്തിനകത്ത് എന്താ ഉള്ളത്? ചന്ദനം ഉണ്ടാകുമെന്ന് അദ്ദേഹം പോലും വിചാരിച്ചു പോയി. പക്ഷെ ഒന്നുമില്ല എന്നാണ്. ഒന്നുമില്ല എന്ന് മാത്രമല്ല, പിന്നെ എന്തോ ഒരു സാധനം അതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ ഒരു കവറിട്ട് മൂടും, അല്ലെങ്കിൽ ഒരു തുണിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം മൂടും. അതിൻ്റെ മുകളിലൂടെ 2 തിരി ഇങ്ങനെ കൊളുത്തി വയ്ക്കും. ഇനി എണ്ണം എത്രയാണെന്ന് കൃത്യമായി അറിയില്ല. ചിലപ്പോൾ ഒരു പിടി തിരി വെക്കുമായിരിക്കാം, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ഒരു പാക്കറ്റ് തിരി മൊത്തം കത്തിച്ച് വെക്കുമായിരിക്കാം. എത്രയായാലും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് വാങ്ങുന്ന വില എത്രയാണ്? 100 രൂപ ചിലവാണെങ്കിൽ 200 രൂപ വാങ്ങും. ഏതായാലും ബിസിനസ് അല്ലേ, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അവരുടെ ലാഭം എടുക്കാമല്ലോ. ഏതായാലും ഇത് പുണ്യമല്ല എന്ന ഒരു അവസ്ഥയിലേക്ക് അൽഹംദുലില്ലാ കാര്യങ്ങൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അദ്ദേഹം പള്ളിയിലെ തൊവാഫ് ഉൾപ്പെടെ, അവിടെ നടക്കുന്ന തൊവാഫ് ഉൾപ്പെടെ എതിർക്കുന്നുണ്ട്. ആ ഭാഗം നമുക്ക് കേൾക്കാം. ഇതിങ്ങനെ മൂടി കെട്ടിയിട്ട് മൂടി കെട്ടിയിട്ട് ആകാതെ കൊടുത്തിട്ട് പള്ളി മുഴുവൻ താമസിക്കുക ഏറ്റവും വലിയ തെറ്റല്ലേ അത് സഹോദരങ്ങൾ? അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടില്ലേ? ഏറ്റവും വലിയ തെറ്റല്ലേ സഹോദരന്മാരെന്നാണ് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ഒരു സംസാരം. അൽഹംദുലില്ലാ 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 എത്ര പറഞ്ഞാലും തീരൂല. കാരണം അത്രയും കൊടിയ തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന അത്തരം ആഘോഷങ്ങൾക്കിടയിൽ അവർക്ക് പറയാൻ കഴിഞ്ഞു എന്ന സ്ഥൈര്യം ലഭിച്ചത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ റബ്ബിനെ സ്തുതിക്കണം. ഇത്രയും കാലം ഇവരിത് ആഘോഷമായി, ആചാരമായി, പുണ്യപ്രവർത്തനമായി കൊണ്ടു നടന്നു. ഇന്ന് അദ്ദേഹം അതിൻ്റെ സത്യാവസ്ഥ അവരുടെ മുമ്പിൽ വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ടായി. ഇത് സലഫികൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുജാഹിദുകൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മെ പുറത്താക്കുന്നു, ഊരുവിലക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പുത്തൻവാദികളാണെന്ന് പറയുന്നു. എന്തെല്ലാം ആക്ഷേപങ്ങൾ നമ്മുടെ മേൽ കെട്ടി വച്ചു. അവസാനം നിങ്ങളുടെ പള്ളി അങ്കണത്തിൽ പോലും, പള്ളിക്കുള്ളിൽ പോലും ഇത് നിഷേധിക്കുന്ന ഇതിന്റെ ഹുക്കും എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോവാം. നമുക്ക് അതിൽ കിട്ടുന്ന വരുമാനം വേണ്ട. ഭീമാപ്പള്ളിക്ക് അങ്ങനെ ഒരു വരുമാനം നമുക്ക് വേണ്ട, അത് ഹറാമാണ്. അല്ലാഹു സംരക്ഷിക്കട്ടെ. കേട്ടില്ലേ? ഭീമാപ്പള്ളിക്ക് അങ്ങനെ ഒരു വരുമാനം വേണ്ട. അത് നല്ലതല്ല എന്നല്ല പറഞ്ഞത്, അത് ഹറാമാണെന്നാ പറഞ്ഞ. ഹറാമാണ് എന്ന്. ഹറാമായ ഒരു സമ്പാദ്യമായിരുന്നു ഇത്രയും വർഷം ഭീമാപ്പള്ളിക്കാർ തിന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു തിരിച്ചറിവ് വന്നെങ്കിൽ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം എന്നാണ് പറയുന്നത്. കുറച്ചെങ്കിലും ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു അനാചാരം, ഇതുമാത്രമല്ല അനാചാരം, ഇതുപോലെയുള്ള ആയിരക്കണക്കിന് അനാചാരങ്ങൾ ജാറങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെ ഈ അനാചാരത്തിലൂടെ ഉണ്ടാക്കിയ ഹറാമായ സമ്പത്ത് തിന്ന് നമ്മൾ ജീവിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ ആചാരവുമായി ബന്ധപ്പെട്ട ആളുകൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന എങ്ങനെയാണ് സ്വീകരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയുടെ ചരിത്രം പറയുന്നുണ്ടല്ലോ. ആ മനുഷ്യൻ ദീർഘദൂരം യാത്ര ചെയ്ത വ്യക്തി വഴിമുട്ടിയ സമയത്ത് അല്ലാഹുവേ എന്ന ആകാശലോകത്ത് കൈകൾ ഉയർത്തിക്കൊണ്ട് യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു. 5ഓളം കാര്യങ്ങൾ, പ്രാർത്ഥന സ്വീകരിക്കാനുള്ള എളുപ്പമാർഗങ്ങൾ, സബബുകൾ, കാരണങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ആ മനുഷ്യൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാത്തതിൻ്റെ കാര്യം അവൻ ഭക്ഷിച്ചതും തിന്നതും കുടിച്ചതും ഉടുത്തതും അവൻ ഊട്ടപ്പെട്ടതുമെല്ലാം ഹറാമിലൂടെയാണ്, ഹറാമായ സമ്പാദ്യത്തിലൂടെയാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എന്താണ് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം? അത് ഇവൻ ഹറാമിലൂടെ സമ്പാദിച്ചു എന്നതാണ്, ഹറാമ് തിന്നു എന്നതാണ്, ഹറാമ് കുടിച്ചു എന്നതാണ്. അപ്പോൾ ഈ ഭീമാ പള്ളിയിലെ ഈ ബിസിനസ് ചെയ്തവർ, ചന്ദനക്കുടം നടത്തിയവർ, അവർ ഹറാമ് ചെയ്തുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി തൗബ ചെയ്യണം എന്നാണ്
ആ ഒരു വിഭാഗത്തോട്, ആളുകളോട് എനിക്ക് നിഷ്കളങ്കമായി നിങ്ങളോട് ഉണർത്താനുള്ളത്, നസീഹത്ത് നൽകുവാനുള്ളത്. ഇനി അവിടെയും തീർന്നില്ല. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വേണ്ട എന്ന് മാത്രമല്ല, അത് ഹറാമാണ് എന്ന് മാത്രമല്ല, അത് ശക്തമായി അദ്ദേഹം എതിർക്കുന്നുണ്ട്. ആ ഭാഗം കൂടി നമുക്ക് കേൾക്കാം. നമ്മൾ ഒരിക്കലും അനാചാരങ്ങളിലേക്കും അവിശ്വാസങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കരുത്. അതെങ്ങനെയോ നമ്മുടെ കൈകളിൽ എത്തിത്തീർന്നു. അത് നമ്മൾ പാടേ ഒഴിവാക്കണം. കച്ചവടം വേണ്ട. ശക്തമായി ആ ജുമായിക്കാരെ പറയുന്നത്, ഇത് ഇനി പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് പറയാനൊന്നും എന്നെ കൊണ്ട് വരില്ല. ഉള്ള കാര്യം തുറന്ന് തീരും. നേരെ പോ. അതാണ് എന്റെ ഒരു സ്റ്റൈൽ. അള്ളാഹുള്ള സാന്നിധ്യം കളിച്ചെടുക്കുമാറാവണം. കാരണം ഇതിനെതിരെ ശക്തമായി നമ്മൾ പ്രതികരിക്കണം. ഇത് പറയാനാണ് സുന്നത്ത് ജമാഅത്ത്. തീർച്ചയായും നിങ്ങൾ തൗഹീദിലേക്ക് മടങ്ങൂ, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മടങ്ങൂ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വലിയ ഇസ്സത്ത് നമുക്ക് നൽകും. എന്തിനാണ് അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഖബറാളികളോട് തേടുന്നത്? അള്ളാഹുവിലേക്ക് മടങ്ങൂ, തൗഹീദ് സ്വീകരിക്കൂ. ആ തൗഹീദ് സ്വീകരിക്കുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്, നമുക്ക് സ്ഥൈര്യം നൽകും. നമുക്ക് ഈ ദുനിയാവിലും പരലോകത്തും രക്ഷപ്പെടാൻ കഴിയും. ബിൽ ഖൗലി സാബിത്ത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ച് നമ്മൾ വിശ്വസിക്കുകയും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ദുനിയാവിലും പരലോകത്തും നമുക്ക് സ്ഥൈര്യം നൽകുന്നതാണ്, ഇസ്സത്ത് നൽകുന്നതാണ്, നമുക്ക് വിജയം നൽകുന്നതാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ യാതൊരു നിലക്കുമുള്ള അക്രമം കടത്തിക്കൂട്ടാതെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ശിർക്ക് കലരാതിരുന്നു കഴിഞ്ഞാൽ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകുമെന്നു മാത്രമല്ല, അവനാണ് നേരായ മാർഗം സിദ്ധിച്ചവൻ, അവന് നേർവഴിയിലൂടെ നടക്കാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല, ഇനി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കാണാൻ സാധിക്കും ഒരു ചെറിയ തിരുത്ത് നിസാം അസ്ഹരിയോടുകൂടിയുണ്ട്. ഇത്രയും നാൾ അവിടെ ഖുത്ബ പറഞ്ഞ ഉസ്താദുമാരുണ്ട്, അവിടെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ആലിമീങ്ങൾ വന്നിട്ടുണ്ട്. ഭീമാപള്ളിയിൽ ഇതുവരെ ഒരു ആലിമു വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഒരു വാചകം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്നുവെച്ചാൽ സമസ്തയ്ക്ക് ഇതുമായി ബന്ധമില്ല, ഈ ചന്ദനക്കുടവുമായി ബന്ധം ഒരു ആലിമിനും ഉണ്ടാവില്ല, എതിരഭിപ്രായം ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ ഭാഗം അദ്ദേഹം പറയട്ടെ. ഇത് സുന്നികളുടെ തലയിൽ നിങ്ങൾ ആരും കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട. ആലിമീങ്ങൾ ആരും ഇതിന് ശബ്ദം ഉയർത്തില്ല. ഈ സദസ്സിൽ നിൽക്കുന്ന ഉസ്താദുമാരാകട്ടെ, ഇവിടെ ഈ മഹല്ലത്തിലുള്ള ആയിരക്കണക്കിന് ഉലമാക്കളാകട്ടെ, ആരുടെ ഫത്വയും നിങ്ങൾക്ക് തേടാം. സമസ്തയുടെ പണ്ഡിതന്മാരോട് തേടാം, ഉലമാക്കളോട് തേടാം. എല്ലാവരും ഈ വിഷയത്തിൽ ശക്തമായി എതിർപ്പാണ്. എന്നാൽ ഉസ്താദിന് അവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. ചന്ദനക്കുടമൊക്കെ പുണ്യകർമ്മമാണ് എന്നൊക്കെ പറഞ്ഞു വെച്ച ഉസ്താദുമാരാണ് കേരള മണ്ണിൽ കഴിഞ്ഞുപോയത്. എന്തുകൊണ്ട് ഇത്രയും വർഷമായി അവിടെ ആണ്ടു നേർച്ച നടക്കുന്നു, അവിടെ ചന്ദനക്കുടം നടക്കുന്നു? ഇതിനു മുമ്പൊന്നും ഒരു ഉസ്താദുമാരും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ ഉസ്താദുമാരും ആ ചന്ദനക്കുടവും ഇങ്ങനെ വാങ്ങി ഖബറിലേക്ക് വെച്ച് പിന്നെ ഇപ്പുറത്തൂടെ അപ്പുറത്ത് തന്നെ കൊടുക്കുന്നു അല്ലേ? ഇതൊക്കെ ഉസ്താദുമാരല്ലേ? അപ്പോൾ ഈ കഴിഞ്ഞവരൊക്കെ ആലിമീങ്ങളല്ല, സാധാരണക്കാരാണെന്നാണ് ഉസ്താദ് പറയണത്. മാത്രമല്ല, അതിനെ ന്യായീകരിക്കുന്ന പല വീഡിയോകളും ചെയ്യുന്ന ഉസ്താദുമാർ ഇന്നും ഭീമാപള്ളിയിൽ ജീവിച്ചിരിപ്പുണ്ട്. എത്ര പണ്ഡിതന്മാരവിടെ ഉണ്ട്. പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവർ, പുരോഹിതന്മാർ ഇന്നും ആ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരൊന്നും ആലിമീങ്ങളല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ എല്ലാ തോന്നിവാസങ്ങൾക്കും മുന്നിൽ നിന്നവർ ഉസ്താദുമാരുടെ കൂട്ടത്തിലുള്ളവരുണ്ട്, സമസ്തയിലെ പണ്ഡിതന്മാരുണ്ട്. അവർക്ക് വലിയ പങ്കുണ്ട് ഈ തിന്മയ്ക്ക് എന്നത് നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. ഇനി അദ്ദേഹം ഇതിലൊരു ഇരട്ടത്താപ്പ് ചെയ്യുന്നുണ്ട്. കുമ്മനത്തിൻ്റെ ഇരട്ടത്താപ്പ് എന്തെന്ന് വെച്ചാൽ, ഈ ചന്ദനക്കുടം എന്നതിനെ മാത്രമാണ് അവിടെ എതിർക്കുന്നത്. അതിൻ്റെ ഒപ്പം എതിർക്കുന്നത് ത്വവാഫ് കൂടിയാണ്. ഈ 2 വിഷയങ്ങളല്ലാതെ അദ്ദേഹം എതിർക്കുന്നില്ല. അവിടെ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു, ചന്ദനക്കുടവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അനാചാരം. ആ ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നു, അവിടെ സുജൂദ് ചെയ്യുന്നവരുണ്ട്, അവിടെ നേർച്ച വഴിപാടുകൾ നടത്തുന്നവരുണ്ട്. നേർച്ച ആർക്ക് മാത്രമേ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രം നേർച്ച ചെയ്യാൻ പറ്റുള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഇനി അദ്ദേഹം പറയുന്ന ഒരു ഇരട്ടത്താപ്പ് കൂടി നമുക്ക് കേൾക്കാം.
അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കിയിട്ട് മറ്റുള്ള പരിപാടികൾ നിങ്ങൾ നിർത്തിക്കോ. ഖുർആനോത്ത് കൊണ്ടുവരും, ദിക്ർ കൊണ്ടുവരും, മൗലൂദ് കൊണ്ടുവരും, റാത്തീബ് കൊണ്ടുവരും. അൽഹംദുലില്ലാഹ്, അതൊക്കെ വളരെ സന്തോഷകരമായി മുന്നോട്ട് പോട്ടെ. ദീനിയായ ചിന്തയിൽ നമ്മൾ മുന്നേറണം. ഇതാണ് നമുക്ക് ഏറ്റവും വലിയ ഇസ്സത്ത്. ഇതിലൂടെ കിട്ടുന്നതാകുന്ന പണം നമുക്ക് ഹലാലല്ല. കേട്ടില്ലേ? ചന്ദനക്കുട ഒഴിവാക്കുക, ത്വവാഫ് ഒഴിവാക്കുക, ബാക്കി കുത്തുബിയത്ത്, റാത്തീബ് അതുപോലെയുള്ള സംഗതികൾ കൊണ്ടുവരിക. ഖുർആൻ ഓതാൻ പറഞ്ഞു, ദിക്ർ ഓതാൻ പറഞ്ഞു. അതിപ്പോൾ അവിടെ മാത്രമല്ല, എവിടെ ഇരുന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഖുർആൻ നമ്മുടെ വീട്ടിലിരുന്ന് ഓതിയാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകും. ദിക്ർ നമ്മുടെ വീട്ടിലിരുന്ന് ദിക്ർ ചെയ്താൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ഒരു ഖബറിൻ്റെ അടുത്ത് തന്നെ പോയി ചെയ്യണമെന്നില്ല. അങ്ങനെ ചെയ്താൽ പുണ്യം കിട്ടുമെന്നുള്ളത് അത് മറ്റൊരു വിദഅത്ത് കൂടിയാണ് എന്നത് സൂചിപ്പിക്കുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നതെന്താ? ഇവിടെ ഒരു ബിദ്അത്തിനെ എതിർക്കുകയും അത് ഹറാമാണെന്ന് പറയുകയും അതോടൊപ്പം അതേപോലെയുള്ള വലിയ കടുത്ത ശിർക്കും കുഫറുമൊക്കെ ഉള്ള മറ്റൊരു സംഗതിയെ അവിടെ വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അവിടെ കുമ്മനം അസ്ഹരി ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ ചന്ദനക്കുടത്തിനെയും അതുപോലെ ത്വവാഫിനെയും എല്ലാം എങ്ങനെയാണ്, എന്തിലേക്കാണ് ഉപമിക്കുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം സംസാരിക്കട്ടെ. അത് അമുസ്ലിമീങ്ങളൊക്കെ ചെയ്തോട്ടെ ഉസ്താദെ, അതും പറ്റൂല. കണ്ണ് നമുക്ക് ഹറാമാണ്. ആണോ അല്ലയോ? ഹറാമാണ്. അതിന് അമുസ്ലിമായ മനുഷ്യനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റൂലല്ലോ. ഹറാമായ സംഗതി അവനെ കൊണ്ടങ്ങനെ ചെയ്യിക്കുക. അപ്പൊ അയാൾ ചെയ്തോട്ടെ, അയാൾ തലയെ വെച്ചോട്ട് തവാഫ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ കാബയ്ക്കല്ലേ തവാഫ് ഉള്ളത്? നമ്മുടെ പള്ളിയിൽ അങ്ങനെ തവാഫുണ്ട്? അത് ആരോ ഒരാൾ ചെയ്തു വെച്ചു, ആരോ ഒരാൾ തുടങ്ങി വെച്ചു. അറിവില്ലാതെ ആരാണ്ട് ചെയ്യുന്ന ഉസ്താദെ നമ്മളതിന് നിൽക്കുന്നില്ല എന്ന് പറയുന്നില്ല. ആ കച്ചവടം ഇതിന്റെ പരിസരത്ത് പാടില്ല. ബാക്കി എല്ലാ കച്ചവടത്തിലും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇത് ഒഴിവാക്കണം നിർബന്ധമായി. കേട്ടില്ലേ? അദ്ദേഹം ഈ അനാചാരത്തെ കള്ളുകുടിയോടാണ് അല്ലെങ്കിൽ കള്ളു കച്ചവടത്തിനോടാണ് ഉപമിച്ചിട്ടുള്ളത്. ഇത്ര വലിയ ഗൗരവമുള്ള വിഷയം എത്ര വർഷങ്ങളായി അവിടെ നടക്കുന്നു? ഏത് ആലിമാണ് അതിനെതിരെ സംസാരിച്ചത്? ഇതിനെതിരെ സംസാരിച്ചു എന്ന വിഷയത്തിൽ നിസാം അസ്ഹരിയോട് പ്രത്യേക നന്ദിയുണ്ട്. ഇത് ജനങ്ങൾ അറിയണം, തിരിച്ചറിയണം, ജനങ്ങൾ മനസ്സിലാക്കണം. ഈ തിന്മകളിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിൽക്കണം. യഥാർത്ഥ തൗഹീദിലേക്കും യഥാർത്ഥ സുന്നത്തിലേക്കും ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലേക്കും പ്രവാചക ചര്യയിലേക്കും ആളുകൾ തിരിച്ചു നടക്കണം. ഇത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം ആഗ്രഹിക്കുന്നു. അതാണ് നമ്മൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ വന്ന് കുറേ കമൻറ്റുകൾ, തെറികൾ പറഞ്ഞു പോയിട്ട് ഒരിടത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. പരലോകമുണ്ട് എന്ന ചിന്തയോടുകൂടി നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം നിസാം അസ്ഹരിയോട് പറയാനുള്ളത്, ഇത്തരം വിഷയങ്ങൾ എതിർത്തപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളതുകൂടി എതിർക്കാമായിരുന്നു. എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു, അന്ധവിശ്വാസങ്ങൾ നടക്കുന്നു. അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കേണ്ടതല്ല. മറിച്ച് അവിടെ നടക്കുന്ന എല്ലാവിധ ദുരാചാരങ്ങളെക്കുറിച്ചും കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തി അവിടെ തൗഹീദിനെ സ്ഥാപിക്കാനായിരുന്നു നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിൻ്റെ കൂടെ നിങ്ങൾ പാലിൽ വെള്ളം ചേർക്കുന്നത് പോലെ, കള്ളിൽ പാല് ചേർക്കുന്നത് പോലെ എന്ന് വേണം ഇപ്പോൾ പറയേണ്ടത്. കാരണം നിങ്ങൾ ത്വവാഫിനെ കള്ളിനോട് ഉപമിച്ചു എന്നതുപോലെ നിങ്ങളിപ്പോൾ ആ ഒരു ഭാഗം വിഷയത്തെ മാത്രം എതിർക്കുകയും ഷിർക്ക് കലർന്ന മൗലൂദും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളെയും തിരിച്ചു കൊണ്ടുവരണമെന്ന രൂപത്തിൽ കൂടി സംസാരിച്ചു. ഇതൊരു ഇരട്ടത്താപ്പാണ്. അതുകൊണ്ട് കുമ്മനം അസ്ഹരിയോട് പറയാനുള്ളത്, ഇസ്ലാമിലില്ലാത്ത എല്ലാ കാര്യത്തെയും നിഷ്പക്ഷമായി നിന്നുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ നിങ്ങളെപ്പോലുള്ള ചങ്കൂറ്റമുള്ള ഉസ്താദുമാർക്ക് കഴിയണം. എങ്കിൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾ ഉൾക്കൊള്ളുന്ന, നിങ്ങളെ വിശ്വസിക്കുന്ന ആളുകളെയും വിജയിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ സമൂഹം നന്നാകും. ഇല്ലെങ്കിലോ, ഒരാൾ തെറ്റായ മാർഗത്തിലേക്കാണ് മറ്റുള്ള ആളുകളെ ക്ഷണിക്കുന്നതെങ്കിൽ നിങ്ങൾ മരിച്ചുപോയാലും നിങ്ങളുടെ ഖബറിലേക്ക് നിങ്ങൾ ക്ഷണിച്ചിട്ട് തിന്മകളിലേക്ക് വന്ന, തെറ്റിലേക്ക് വന്ന, ബിദ്അത്തിലേക്ക് വന്ന ആളുകൾ ആ ബിദ്അത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ഖബറിലും ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ശിക്ഷ, അതുപോലെ പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് വലിയ വമ്പിച്ചതായ ദോഷങ്ങൾ ബാധിക്കാനുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കി പണ്ഡിത ധർമ്മം എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ധർമ്മം നിഷ്കളങ്കമായി, നിഷ്കപടമായി സമൂഹത്തിൻ്റെ മുമ്പിൽ സധൈര്യം പറയാൻ, പഠിപ്പിക്കാൻ, തനതായ ഇസ്ലാമിനെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് നിങ്ങളോട് പറയാനുള്ളത്, സമൂഹത്തിനോട് പറയാനുള്ളത്. നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം,
സലഫികൾ പറയുന്നതിൽ ചില ന്യായങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്, അവരുടെ കയ്യിൽ പ്രമാണമുണ്ട് എന്ന് തിരിച്ചറിയണം. ഇത്രയും കാലം സലഫികളെ ആട്ടിയകറ്റിയവർ ഇന്ന് നഖം കടിക്കുന്ന, അല്ലെങ്കിൽ സ്വയം കണ്ണാടി നോക്കി ചിരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും, സത്യം പുലരിയിലാകും, സത്യം പുലരും. ആ സത്യം പുലരുമ്പോൾ ഇളിഭ്യരായിക്കൊണ്ട് മടങ്ങേണ്ടവരല്ല, മറിച്ച് ഇസ്സത്തോടുകൂടി മുന്നോട്ട് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ സത്യത്തോടൊപ്പം അണിചേരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.